ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 5 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, ഒരു ഏലയ്ക്ക, 1/2 ടീസ്പൂൺ വീതം കുരുമുളകും പെരുംജീരകവും ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. മീഡിയം സൈസായിട്ട് സവാള ആണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ വലുതായതുകൊണ്ട് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു 6 ചെറിയുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള തന്നെ മുഴുവനായിട്ട് ഒരെണ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. 2 തക്കാളി, മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം തന്നെ ചേർത്താൽ മതിയാവും. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പകുതി സവാള കട്ട് ചെയ്തതും കൂടി തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റാനായിട്ട് നമ്മൾ ഒരുപാട് സവാള ചേർക്കേണ്ട, ഒരു പകുതി സവാള തന്നെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇപ്പോൾ മുളക് പൊടി മാത്രം മതിയാവും. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് നമ്മൾ പച്ചയ്ക്കാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ വഴണ്ടി വന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല ശരിക്കും വഴണ്ടില്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട ഇതുപോലെ വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.